ഇപ്പം ഏകദേശം 200 പടങ്ങൾ കൺട്രോൾ ചെയ്തു എന്നുള്ളതിലുപരി എന്നെ എക്സൈറ്റ്മെന്റിലേക്ക് എത്തിച്ചത് 6 നവാഗതർക്ക്, അതിൽ 1-2 പേര് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും 6ഓളം സിനിമകൾ നിർമ്മിക്കാൻ തയ്യാറായി. അതിൽ നമുക്ക് ബിബിനെ പോലുള്ള നല്ല ആർട്ടിസ്റ്റുകളെ കൂടെ കിട്ടി. സംവിധായകർ, അവരുടെ പിന്നിലൊരു സംവിധായകനും രചയിതാവും ഒക്കെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റി അല്ലേ? വെടിക്കെട്ട് എങ്ങനെയാണ് അവരിലേക്ക് അവർക്കൊരു എൻട്രി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത്? അല്ല, അങ്ങനെയല്ല. ഞാൻ അവരുടെ ഇപ്പോൾ അമർ അക്ബർ ആന്റണി, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, ദുൽഖറിനെ വെച്ച് ഈ പടങ്ങളൊക്കെയാണ് അവർ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരൊരു ദിവസം ഞാനൊരു വിഷുവിൻ്റെ അന്ന് രാവിലെ രണ്ടുപേരുടെയും വീട്ടിൽ പോയിട്ട് ഞാൻ രണ്ടുപേർക്കും ഒരു വിഷു കൈനീട്ടം പോലെ കൊടുക്കുകയാണ്, ഒരു അഡ്വാൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി എന്നാണ് നിങ്ങൾ അടുത്ത പടം എന്ന് വെച്ചാൽ അത് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഇതിനിടയിൽ അവർ അഭിനയിച്ച പടങ്ങളെല്ലാം ഞാൻ 2-3 പടങ്ങൾ വർക്ക് ചെയ്തു. ഇപ്പം ബിബിൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ച ഒരു പഴയ ബോംബ് കഥ, ഇതൊക്കെ ഞാനാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ സമയം മൂലമുള്ള ഇവരുമായിട്ടുള്ള ബന്ധമാണ്. വിഷ്ണുവിനെ എനിക്ക് ഒരുപാട് കാലം മുമ്പേ അറിയാം. വിഷ്ണു കമ്മത്താൻ കമ്മത്ത് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള ബന്ധമാണ് വിഷ്ണുവായിട്ട്. അപ്പോൾ വിഷ്ണുവും ബിബിനുമായിട്ട് അങ്ങനെ ഒരു അടുത്ത ബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരെ ഒരു ദിവസം ഞാൻ പോയി കണ്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വിഷു ദിനത്തിൽ കൈനീട്ടം പോലെ ഒരു അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ ഇവർ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ തീർത്തും പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ ആ സിനിമ ചെയ്യുള്ളൂ. അതിനകത്ത് നമ്മൾ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും പുതുമുഖങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയാണ് അവരെ സിനിമ പ്ലാൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആ സിനിമ ഉണ്ടാകുന്നത്. You are watching India's first NGO television, Malanadu TV India.